dear students, silent prayer. Today we are going to start a new chapter, chapter 7, triangles. Okay, now look here. What is the speciality of these two pens? These two pens are identical, isn't it? ഈ രണ്ട് പേന നോക്കിക്കഴിഞ്ഞാൽ അത് സെയിം സൈസ്, സെയിം ഷേപ്പ്, ഐഡൻറ്റിക്കൽ അല്ലേ? ഐഡൻറ്റിക്കൽ നിങ്ങൾ കേട്ടിട്ടില്ല, ഒരുപോലെ വരുന്നതിനാണ് നമ്മൾ ഐഡൻറ്റിക്കൽ എന്ന് പറയുക. നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി ബുക്സ് കണ്ടോ, 2 ബുക്സ് സെയിം കമ്പനിയുടെ ബുക്സാണ്. അപ്പോൾ ഈ ബുക്സ് ഐഡൻറ്റിക്കലാണ്. മിസ് ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാൻ നമുക്ക് പറ്റും ഇല്ലേ? ഈ സൈഡ്സ് എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. സെയിം കമ്പനിയുടെ സെയിം നോട്ട്ബുക്സ് ആണ്. കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഷേപ്പ് സൈസും ഡിഫറെൻ്റ് ആണോ? അല്ല, ഇത് ഐഡൻറ്റിക്കൽ ബുക്സ് ആണ്. ഇനി ഇവിടെ നമ്മൾ 2 റുപ്പീസിൻ്റെ കോയിൻ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ. 2 റുപ്പീസിൻ്റെ കോയിൻ മിസ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ വെക്കുകയാണ്. കറക്റ്റായിട്ട് കണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റും. കണ്ടോ, ഐഡൻറ്റിക്കലാണ്. ഇതിൻ്റെ ഷേപ്പ് സൈസ് നിങ്ങൾ പ്രത്യേകം നോക്കുക, അത് ഐഡൻറ്റിക്കലാണ്. ഇനി മിസ് ഇവിടെ വേറെ കാണിക്കുന്നത് 20 റുപ്പീസിൻ്റെ നോട്ട്സ്. 20 റുപ്പീസിൻ്റെ നോട്ട്സ് നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെക്കുക. കറക്റ്റായിട്ട് സൈഡ് മാച്ച് ചെയ്യുന്നത് പോലെ വെക്കുക. കണ്ടോ, വെക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വെക്കാം. ഐഡൻറ്റിക്കൽ ഷേപ്പ് ആൻഡ് സൈസ്. ഇനി അതുപോലെ ഇവിടെ 10 റുപ്പീസിൻ്റെ ഒരു നോട്ടുണ്ട്. ഇതും 10 റുപ്പീസിൻ്റെ നോട്ടാണ്. ഇത് നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിക്കലായിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ടല്ലേ? ഷേപ്പിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആണ്. ഷേപ്പ് റെക്റ്റാങ്കിൾ തന്നെയാണ്, പക്ഷേ അതിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതുമായിട്ട് ഐഡൻറ്റിക്കൽ ആവണമെങ്കിൽ ഇതേ ഷേപ്പിൽ സൈസിലുള്ള ഒരു 10 റുപ്പീസ് വേണം. ഇപ്പോൾ ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇത് രണ്ടും 10 റുപ്പീസ് തന്നെയാണ്, പക്ഷേ ഇത് ഐഡൻറ്റിക്കൽ ആണോ? അല്ല, ബിക്കോസ് ഇറ്റ്സ് സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് 10 റുപ്പീസ്. ഇങ്ങനെ ഐഡൻറ്റിക്കലായിട്ട് വരുന്ന ഫിഗേഴ്സിന് അല്ലെങ്കിൽ ഓബ്ജക്ട്സിനൊക്കെ നമ്മളൊരു പേര് പറയാം. ആ ഒരു ഐഡൻറ്റിറ്റിക്ക് ഒരു പേര് പറയാം, കോൺഗ്രുവൻസ്. Congruent means equal in all respect or figures whose shapes and sizes are both the same. ഷേപ്പ് സൈസും സെയിം ആയിട്ട്, അതായത് ഒന്നിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് മാച്ചായിട്ട് അവിടെ ഇരിക്കും. ഇങ്ങനെ വരുന്നതിന് നമ്മൾ പറയുന്നതാണ് കോൺഗ്രുവൻ്റ് ഒബ്ജക്ട്സ്. കോൺഗ്രുവൻ്റ്, സെയിം ഷേപ്പ് ആൻഡ് സൈസ്, അത് ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സെയിം ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ATM കാർഡ്. ഇപ്പോൾ SBI ബാങ്ക്സിൻ്റെ ATM കാർഡ് എല്ലാം സെയിം സൈസ് സെയിം ഷേപ്പും ആയിരിക്കും. നമുക്ക് ഒന്നിൻ്റെ മുകളിൽ വെച്ചാൽ കറക്റ്റായിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ടിരിക്കും. അതിന് നമ്മൾ പറയുന്ന വേർഡാണ് കോൺഗ്രുവൻ്റ്. ഇനി എക്സാമ്പിൾസ് ഉണ്ടോ? നിങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാറില്ലേ? നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സെയിം സൈസിലുള്ള ഫോട്ടോഗ്രാഫിൻ്റെ കോപ്പീസ് എല്ലാം എങ്ങനെ ആയിരിക്കും? ഒന്നിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ A4 സൈസ് ഷീറ്റ് വാങ്ങിക്കും. ഒരു ബണ്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ഷീറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ ഈ കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രയാങ്കിൾസിലേക്ക് പോകുമ്പോൾ ആദ്യം ട്രയാങ്കിൾസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലേ? വാട്ട് ഈസ് ഹൗ മെനി സൈഡ്സ് ഫോർ എ ട്രയാങ്കിൾ? 3 sides, 3 angles, 3 vertices. I think all of you know vertices means this corner point. These 2 sides join on a point. That point is joined at a point. That point is a vertices. So here I am giving ABC, triangle ABC naming. So which are the vertices? A, B and C vertices. And which are the angles? Angle A, angle B and angle C. And how many sides? 3 sides. Triangle is the least number of sides polygon. Okay, so which are the sides? Side AB, line segment AB, then line segment BC and line segment CA or AC. 3 sides. Okay, these are the specialities of triangles. ഇനി ഈ ട്രയാങ്കിൾസ് മറ്റൊരു ട്രയാങ്കിളുമായിട്ട് കോൺഗ്രുവൻ്റ് ആകണമെങ്കിൽ എങ്ങനെ വരണം? ഇപ്പം നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ട എക്സാമ്പിൾ അനുസരിച്ച് ഒന്നിൻ്റെ മുകളിൽ നല്ല കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് വെക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആയിട്ട് വരണ എങ്ങനെ വരണമായിരിക്കും? സൈഡ്സ് എല്ലാം
ഈക്വൽ ആയിരിക്കണം മറ്റു ട്രയാങ്കിളിന്. നമ്മൾ ഏതൊക്കെ തമ്മിലാണോ കമ്പയർ ചെയ്യാൻ പോകുന്നത് ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സും ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സും തമ്മിൽ ഈക്വൽ ആയിരിക്കണം. വേറെ എന്തെങ്കിലും വേണമായിരിക്കുമോ? ഈക്വൽ മാത്രമല്ല, ആംഗിൾസും കൂടെ ഈക്വൽ ആയിട്ട് വരണം. അതാണ് ഒരു ഫസ്റ്റ് നമ്മൾ പറയുവാണ്, ഈക്വൽ ആയിരിക്കണം ആംഗിൾസ്, ഈക്വൽ ആയിരിക്കണം സൈഡ്സ്, എന്നാലേ കോൺഗ്രുവൻ്റ് ആവുള്ളൂ എന്ന് നമ്മൾ പറയുവാണ്. നമ്മൾ ഒരു സർക്കിൾസ് സെയിം റേഡിയസിൽ ഡ്രോ ചെയ്താൽ അത് കോൺഗ്രുവൻ്റ് സർക്കിൾസ് ആയിരിക്കും. ഇപ്പോൾ 2 സർക്കിൾ എടുത്ത് 4 റേഡിയസ് 4 വെച്ച് നമ്മളൊരു സർക്കിൾ, നിങ്ങൾ തന്നെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. 4 റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യുക, മറ്റൊരു സർക്കിൾ മാറ്റി 4 റേഡിയസ് എടുത്തിട്ട് ഡ്രോ ചെയ്യുക. അത് കട്ട് ചെയ്ത് മറ്റതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുമോ നോക്കുക. നമുക്ക് തീർച്ചയായിട്ടും വെക്കാൻ പറ്റും അല്ലേ, സെയിം റേഡിയസ് ആണ്. സോ ദേ ആർ കോൺഗ്രുവൻ്റ്. ഇനി നമ്മൾ ട്രയാങ്കിൾസിൻ്റെ കോൺഗ്രുവൻറ്റും അതിനെപ്പറ്റിയും കൂടുതൽ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ടേക്ക് പേജ് നമ്പർ 111, പേജ് നമ്പർ 111. ഓക്കെ, they are given some figures of triangles. Which of the triangles given below are congruent to triangle ABC in figure 7.41? In this figure here 5 triangles given. First triangle's name is ABC. ഈ ട്രയാങ്കിളുമായിട്ട് ഈ 4 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പം ഇവിടെ താഴെ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അല്ലാണ്ടൊന്ന് ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇപ്പം മിസ് പറഞ്ഞായിരുന്നു സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു നോളേജ് വെച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. ഫസ്റ്റ് ട്രയാങ്കിൾ ABC ആണ്. ABC-യുടെ മുകളിലേക്കാണ് ബാക്കി ട്രയാങ്കിൾസ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ABCയുടെ സൈഡ്സും ആംഗിൾസും നോക്കാം. ABCയുടെ സൈഡ്സ് 4.5, 4 and 5. ഇനി ഇതേ സൈഡ് വരുന്ന വേറെ ആംഗിൾസ് ഉണ്ടോ എന്ന് നോക്കുക, വേറെ ട്രയാങ്കിൾസ് ഉണ്ടോ എന്ന് നോക്കുക. സെക്കൻഡ് ട്രയാങ്കിൾ 4, 5, 4.5 സെയിം സൈഡിൻ്റെ മെഷർമെൻ്റ് ആണ്. തേർഡ് ട്രയാങ്കിളും അതെ, ഫോർത്ത് ട്രയാങ്കിളും അതെ. ഫിഫ്ത്ത് ട്രയാങ്കിളോ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഇറ്റ് ഈസ് 5. സോ ഫിഫ്ത്ത് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് അല്ല, നമ്മളത് അവിടെ മാറ്റി വെച്ചു, സൈഡ്സ് ഡിഫറെൻ്റ് ആണ്. ഇനി സെക്കൻഡും തേർഡും ഫോർത്തും സൈഡ്സ് ഓക്കെയാണ്. പക്ഷെ സൈഡ്സ് കൊണ്ട് മാത്രം ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ ആ സൈഡ് ആ മെഷർമെൻറ്റ് വന്ന സൈഡിൻ്റെ ആംഗിൾസും കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ ആംഗിൾസ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് 1 ഇതുണ്ട് ഇവിടെ ഡ്രോ ചെയ്തിരിക്കുന്ന 1, 2, 3, അതായത് ആംഗിൾസ് ഡിഫറെൻറ്റ് നമുക്ക് തിരിച്ചറിയാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഈ ഫസ്റ്റും സെക്കൻഡും കൂടെ കോൺഗ്രുവൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 4.5 4 സെൻറ്റിമീറ്റർ ഈ സൈഡ്സിന് ഇടയ്ക്കുള്ള ആംഗിളാണ് ഇത്. അത് തന്നെ വേണം ഇവിടെയും 4.5-നും 4.5-നും 4-നും 4.5-നും ഇടയ്ക്ക് തന്നെ ആ ഒരു 1 സിമ്പിൾ വരുന്ന ആംഗിളല്ലേ, അത് മാച്ചായി. ഇനി 4.5-നും 5-നും ഇടയ്ക്ക് വരുന്ന ആംഗിൾ 2 ഡ്രോയിങ്സ് വരുന്നതാണ്. കറക്റ്റ് അല്ലേ? ഇവിടെ 5-നും 4.5-നും ഇടയ്ക്ക് 2 ഡ്രോയിങ് വരുന്നതാണ്. ഇനി 5-നും 4-നും ഇടയ്ക്കുള്ളത് 3 ആണ്. അത് കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ്. ഇതുപോലെ നിങ്ങൾ ഓരോ ട്രയാങ്കിൾസും ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക വീഡിയോ പോസ് ചെയ്തിട്ട്. സോ ഫസ്റ്റ് ട്രയാങ്കിൾ ആൻഡ് സെക്കൻഡ് ട്രയാങ്കിൾ ഈസ് ഹിയർ. ഓക്കെ, ഇനി നമ്മളിത് മാച്ച് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ ഏതൊക്കെയാണ് മാച്ച് ആകുന്നത്? ഫസ്റ്റ് ട്രയാങ്കിളുമായിട്ട് എക്സാമ്പിളിൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇത്ര ട്രയാങ്കിൾസ് മാച്ച് ആവുന്നുണ്ട്. നമ്മൾ ഫസ്റ്റും സെക്കൻഡും ട്രയാങ്കിൾ വെച്ചിട്ട് നോക്കാൻ പോവാണ്. സോ ലിസൺ കെയർഫുള്ളി. അപ്പോൾ മിസ് ഒന്ന് കാണിച്ചു തന്നായിരുന്നു. സൈഡ്സ് വെച്ച് സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്, ആംഗിൾസ് അതിൻ്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? സൈഡ്സ് ഈക്വൽ ആണ്. ഇനി നിങ്ങൾ ഇത് ഷേപ്പ് ഇത് തിരിച്ച് വെച്ചിരിക്കുന്ന അല്ലേ, ഇത് നമ്മൾ ഒന്ന് എടുത്ത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ ഏതൊക്കെ ഏതുമായിട്ടാണ് മാച്ച് വരുന്നതെന്ന് നമ്മളിവിടെ എഴുതണം. അതിന് നമ്മൾ പറയുന്നതാണ് 1-to-1 കറസ്പോണ്ടൻസ്. അത് ഏതിനോട് മാച്ചാവുന്നോ അതിന് നമ്മൾ കറസ്പോണ്ടൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ഇത് ഇനി നമ്മൾ ഇങ്ങോട്ടേക്കൊന്ന് എടുത്തു വെക്കുകയാണെന്ന് വിചാരിക്കുക. ഈ സൈഡ്സ് ഏതിൻ്റെ മുകളിലായിരിക്കും വരിക, ഏതിനോട് കവർ ചെയ്തായിരിക്കും വരിക. ഇപ്പോൾ 4.5 അതേതാണ്? AB ഏതായിരിക്കും ABയുടെ മുകളിലേക്ക് വരാൻ പോകുന്നത്? അവിടെ PQ അല്ലേ, PQ ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി BC എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. BCയുടെ മുകളിലായിട്ട് വരാൻ പോകുന്നത് ഏതായിരിക്കും? RQ. ഇനി 4 സെൻറ്റിമീറ്റർ ആണ് AC. ACയുടെ മുകളിലായിട്ട് വരാൻ പോകുന്നത് ഏതായിരിക്കും? RP.
ഇങ്ങനെ വരും ഇല്ലേ. അതായത് 4.5ന്റെ മുകളിലായിട്ട് 4.5 സൈഡ് തന്നെ വരണം. ബി സിയുടെ മുകളിൽ 5 സൈഡ് വരുന്ന RQ തന്നെ വരണം. അതുപോലെ AC 4 സെന്റിമീറ്റർ ആണ്, RP 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ AB corresponds to PQ, BC corresponds to RQ, AC corresponds to RP. ഇതുപോലെ ആംഗിൾസിനും കറസ്പോണ്ടൻസ് ഉണ്ട്. ആംഗിളും ഇതുപോലെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ തന്നെ ഈ ആംഗിൾ എ ഏതിനെ കവർ ചെയ്ത്, ആംഗിൾ എ കവർ ചെയ്ത് ഏതായിരിക്കും വരിക? ആംഗിൾ പി. ആംഗിൾ എ കവേഴ്സ് ആംഗിൾ പി. ദെൻ ആംഗിൾ ബി ഈ 2 ലൈൻ വരുന്നത് ഇവിടെ ആംഗിൾ ക്യൂ ആണ്. ആംഗിൾ ബി കറസ്പോണ്ട്സ് ടു ആംഗിൾ ക്യൂ ആൻഡ് ആംഗിൾ സി കറസ്പോണ്ട്സ് ടു ആംഗിൾ ആർ. ഓക്കെ, അപ്പം ഇങ്ങനെ കറസ്പോണ്ടൻസ്, അതായത് ഏതിൻ്റെ മുകളിൽ വരും എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ സൈഡ്സും ആംഗിൾസും പറഞ്ഞു. ഇനി വെർട്ടീസസ് കൂടി ഇല്ലേ ട്രയാങ്കിൾസിന്? അപ്പോൾ വെർട്ടീസസും കറസ്പോണ്ടൻസ് ആയിട്ട് വരും. ഏതൊക്കെയായിരിക്കും വെർട്ടീസസ്? എയുടെ കറസ്പോണ്ടൻ്റ് ആയിട്ട് വരുന്നത് പി. അത് നമ്മൾ ഇങ്ങനെ എഴുതും. എ കറസ്പോണ്ടൻസ് ടു പി. ബി കറസ്പോണ്ട്സ് ടു ക്യൂ. ബി കറസ്പോണ്ട്സ് ടു ക്യൂ. സി കറസ്പോണ്ട്സ് ടു ആർ. അതായത് എയുടെ മുകളിൽ പി വരും, ബിയുടെ മുകളിൽ എന്ത് വരും? ക്യൂ വരണം, സിയുടെ മുകളിൽ ആർ വരണം. അങ്ങനെയാകുമ്പോൾ ഇത് കോൺഗ്രുവൻ്റ് ആണ്. ഇനി ഇതിൻ്റെ നെയിം എങ്ങനെ നമ്മൾ എഴുതും? ഈ കോൺഗ്രുവൻസി എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ട്രയാങ്കിൾ ABC കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ PQR. ഉണ്ടോ? കോൺഗ്രുവൻ്റിൻ്റെ സിമ്പിൾ കണ്ടോ? ഒരു ഈക്വൽ സൈൻ കൊടുത്ത് അതിൻ്റെ മുകളിൽ ഇതുപോലൊരു സിമ്പിളും കൂടെ കൊടുക്കുക. ഇതെങ്ങനെയാണ് വായിക്കുക? ട്രയാങ്കിൾ ABC കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ PQR. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കിയേ, മിസ് ഇവിടെ ട്രയാങ്കിൾ ABC കറസ്പോണ്ട്സ് ടു ട്രയാങ്കിൾ PQR എന്ന് എഴുതി. സോറി, കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ PQR എന്ന് എഴുതി. എക്ക് കറസ്പോണ്ടൻസ് ആയിട്ട് വരുന്നതാണ് പി അല്ലേ? എക്ക് കറസ്പോണ്ടൻസ് പി. ബി കറസ്പോണ്ട്സ് ടു ക്യൂ. സി കറസ്പോണ്ട്സ് ടു ആർ. ആ എഴുതിയത് അതേ രീതിയിലാണ് ABC. ആ ഓർഡർ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുവന്നാൽ പിന്നെ ഇതിൻ്റെ നെയിം ഇങ്ങനെ ട്രയാങ്കിൾ ABC കോൺഗ്രുവൻ്റ് ടു QPR. QPR എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ തന്നെയല്ലേ? നമ്മൾ ഇങ്ങനെ QPR എന്ന് അങ്ങ് പേര് കൊടുത്തു. പക്ഷെ അത് തെറ്റാണ്. ഇത് റോങ് ആണ്. എന്താ? എ കറസ്പോണ്ട്സ് ടു ക്യൂ ആണോ? അല്ല, എ കറസ്പോണ്ട്സ് ടു പി ആണ്. അതുപോലെ ബി കറസ്പോണ്ട്സ് ടു പി അല്ല, ബി കറസ്പോണ്ട്സ് ടു ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ നെയിമിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഓർത്തോണം, ഏത് വെർട്ടീസസ് ഏതിനോട് കറസ്പോണ്ട്സ് ആണോ അതേ രീതിയിൽ തന്നെ ആ ഓർഡറിൽ മാത്രമേ നെയിമിങ് ചെയ്യാവുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഓർത്തോണം. നമ്മളിങ്ങനെ കറസ്പോണ്ട്സ് ആയിട്ട് വരുന്നതിന് ഈ ഒരു സിമ്പലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. AC corresponds to RP. Angle A corresponds to angle P. Angle B corresponds to angle Q. Angle C corresponds to angle R. Vertices A corresponds to B. B corresponds to Q. C corresponds to R. So here all angles and all sides are equal. So these two triangles are congruent. This congruent triangles ആണ്. അപ്പോൾ congruent trianglesന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? Congruent triangles corresponding parts are equal. What is the speciality of congruent triangles? Congruent triangles corresponding parts are equal. അതായത് കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്താണെങ്കിലും അതിൻ്റെ മാച്ചിങ് കറസ്പോണ്ടിങ് പാർട്സ് തമ്മിൽ എപ്പോഴും ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ട്രിയാങ്കിൾസിൻ്റെ കേസ് നമ്മളിവിടെ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ എടുത്തു പറയുവാണ്, കോൺഗ്രുവൻ്റ് ട്രിയാങ്കിൾസ് കറസ്പോണ്ടിങ് പാർട്സ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് പാർട്സ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് എ ബിക്ക് മാച്ചായിട്ട് വരുന്നത് PQ ആണ്. അതായത് 4.5 PQനാണ് 4.5. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡ്സും ഈക്വൽ ആണ്. ഇതിനെ നമ്മൾ ഒരു ഷോർട്ട് ഫോം പറയും, CPCT, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രിയാങ്കിൾസ് ഇല്ലേ? നമ്മൾ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ CPCT എന്ന് പറയും. ഈ CPCT എന്നുള്ള ഷോർട്ട് ഫോം ഓർത്ത് വെച്ചോണം. പേജ് നമ്പർ 112 കൊടുത്തിട്ടുണ്ട്. CPCT for triangles, corresponding parts of congruent triangles. Full form, corresponding parts of congruent triangles, CPCT. ഇത് ഇനി പല ഇതിലും പ്രൂഫ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു ടൈം യൂസ് ചെയ്യും.
അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 6 ലൈൻസ് ആൻഡ് ആംഗിൾസിലൊക്കെ നമ്മൾ പ്രൂഫ് ചെയ്യാൻ നേരത്തെ ലീനിയർ പെയർ, ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഇങ്ങനെയൊക്കെ എഴുതിയില്ലേ. അപ്പോൾ അങ്ങനെ എഴുതുന്ന അതുപോലെ റീസൺ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിൾസിന്റെ കോൺഗ്രുവൻസി ഒക്കെ എഴുതുമ്പോൾ റീസൺ എഴുതാൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴൊക്കെ ഈ CPCT എന്ന് കൊടുക്കും. എന്ന് വെച്ചാൽ എന്താ, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ആണ്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താ, കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണ്, അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്രൈറ്റീരിയ ഫോർ കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾസ് ഉണ്ട്. എപ്പോഴും അതിന്റെ ഓൾ സൈഡ്സ് ഓൾ ആംഗിൾസും തരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 3 റൂൾസ് പഠിക്കും. നെക്സ്റ്റ് ഡേ ബാക്കി റൂൾസ് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് SAS കോൺഗ്രുവൻ്റ് റൂൾ. സോ ഫസ്റ്റ് റൂൾ ഈസ് SAS റൂൾ. SAS മീൻസ് സൈഡ് ആംഗിൾ സൈഡ് കോൺഗ്രുവൻസ് റൂൾ. സൈഡ് ആംഗിൾ സൈഡ് കോൺഗ്രുവൻസ് റൂൾ. So here given 2 figures. Here given this side 2 cm and BC 4 cm. Also in this figure, this side 2 cm and this side 4 cm. And its including angle is also given 50 degree, 50 degree. Here angle B corresponds to angle Q. BA corresponds to QP. BC corresponds to ഇങ്ങനെ വന്നാൽ ഇത് ഫസ്റ്റ് കോൺഗ്രുവൻസ് ക്രൈറ്റീരിയ ആണ്. 2 സൈഡ്സ് ഈക്വൽ ആണ്, അതിന് ബിറ്റ്വീനുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ്. ദാറ്റ് ഈസ് SAS റൂൾ. അതായത് സൈഡ് ആംഗിൾ സൈഡ്, അതാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കണ്ടോ, സൈഡ് ആംഗിൾ സൈഡ്. ആ പേരിൽ തന്നെ, നെയിമിൽ തന്നെ ഉണ്ട് ഈ 2 സൈഡ്സിന് ബിറ്റ്വീൻ വരുന്ന ആംഗിൾ, അതാണ് സൈഡ് ആംഗിൾ സൈഡ്, SAS കോൺഗ്രുവൻസ് റൂൾ. അപ്പം നിങ്ങൾ ഓർത്തോണം, ഈ 2 സൈഡ്സും തന്നു, ഈ ആംഗിൾ തന്നെങ്കിൽ ഓക്കെ ആകുമോ? ഇല്ല. ഈ ആംഗിൾ തന്നാലും ഓക്കെ ആകത്തില്ല. ഈ തന്ന 2 സൈഡ്സിന് ബിറ്റ്വീൻ ആംഗിൾസും കൂടെ തന്നെങ്കിൽ മാത്രമേ ഈ റൂൾ ആവുള്ളൂ. ഓർത്തോണം കേട്ടോ. SAS കോൺഗ്രുവൻസ് റൂൾ, പേജ് നമ്പർ 113. 2 triangles are congruent if 2 sides and the included angle of one triangle are equal to the 2 sides and the included angle of the other triangle. SAS rule പറയുന്ന 2 triangles are congruent if 2 sides and included angle of one triangle is equal to 2 sides and included angle of another triangle or next triangle, then they are said to be congruent. Understand? So it's a proof. We not need to study proof, only this rule. Okay, next rule is known as ASA congruence rule. ASA congruence rule. What is the full form? I think all of you got. Angle side angle congruence rule. Angle side angle congruence rule. അപ്പോൾ ഈ നെയിം അങ്ങ് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. അവിടെ നമ്മൾ ഡെഫിനിഷൻ ഒന്നും ഓർക്കണ്ട. ഈ ആംഗിൾ സൈഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ഡെഫിനിഷൻ വന്നു. എന്തായിരിക്കും ഡെഫിനിഷൻ? ആ 2 ആംഗിൾസും അതിനിടയ്ക്ക് അല്ലെങ്കിൽ ആ ആംഗിൾസ് വരുന്ന ആ ഒരു സൈഡും ഈക്വൽ ആയിട്ട് വരണം. So here given figure, here 60 degree and 45 degree, and here also 60 degree, 45 degree. These are 2 angles same for this triangle. അല്ലേ, ഈ 2 ട്രയാങ്കിൾസിന് ഈ ആംഗിൾസ് ഈക്വൽ ആണ്. നോക്കിയേ, ആ ട്രയാങ്കിൾസിൻ്റെ ഈ ആംഗിൾസ് വന്ന് സൈഡ്സും ഈക്വൽ ആയിരിക്കണം. ഇൻക്ലൂഡിങ് സൈഡ്സും, അതുപോലെ ഇൻക്ലൂഡിങ് സൈഡ്സ് ഞാൻ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അത് എഴുതാനായിട്ട് വിട്ടുപോയതാണ്. സോ 2 angles and its included sides are equal, then they are said to be congruent. So ASA rule, ASA congruence rule ഒന്ന് നോക്കാം. Page number 115. 2 triangles are said to be congruent if 2 angles and its included angles of one triangle is equal to 2 angles and included angle of other triangle. അതായത് 2 ആംഗിൾസും അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡും, മറ്റേ ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസും അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡുമായിട്ട് ഈക്വൽ ആണെങ്കിൽ അത് കോൺഗ്രുവൻസ് ആണെന്ന് പറയും.
ഇപ്പൊ നമുക്ക് ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഈ തേർഡ് ആംഗിളും നമുക്ക് തന്നിട്ടില്ല. അതുപോലെ എല്ലാ സൈഡും എല്ലാ ആംഗിൾസും തരാതെ വന്നാലും ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റൂൾസ് ആണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ എന്നാണെങ്കിലും മാച്ച് ആയിരിക്കുമല്ലോ, ഈ തേർഡ് ആംഗിൾ തമ്മിൽ ഓൾറെഡി മാച്ചായി പോകും. കാരണം 180 ആണ് ടോട്ടൽ ആംഗിൾ. 60 + 45 180 സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ കിട്ടുന്നത് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. മാച്ചിങ് ആയിട്ട് പൊക്കോളും. നെക്സ്റ്റ് റൂൾ ഈസ് AAS റൂൾ. What is mean by AAS rule? ആംഗിൾ സൈഡ് റൂൾ. എന്തിനായിരിക്കും ആംഗിൾ സൈഡ് റൂൾ എന്ന് പറഞ്ഞത്? ഇതിന് മുമ്പ് നമ്മൾ ASA റൂൾ എന്ന് പഠിച്ചു. അവിടെയും 2 ആംഗിൾസും ഉണ്ട്, സൈഡും ഉണ്ട്. ഇവിടെയും 2 ആംഗിൾസും ഉണ്ട്, സൈഡും ഉണ്ട്. പക്ഷെ എന്തിനാ ഇങ്ങനെ വേറെ വേറെ നമുക്ക് തന്നിരിക്കുന്നത്? എന്തിനാ ഇവിടെ പ്രത്യേകത? ഇതിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആംഗിൾ സൈഡ് ആംഗിൾ റൂൾ ആയിരുന്നു. ഓക്കെ, സോ ഹിയർ ആംഗിൾ സൈഡ് ആംഗിൾ, അതായത് ഈ കോൺഗ്രുവൻസ് എന്താ പറഞ്ഞേ? ആ ആംഗിളിന്റെ സൈഡിൽ ആംഗിളിന്റെ ബിറ്റ്വീൻ വരുന്ന അല്ലെ ഇൻക്ലൂഡഡ് വരുന്ന സൈഡും കൂടെ കോൺഗ്രുവന്റ് ഈക്വൽ ആയിരിക്കണം മറ്റേ ട്രയാങ്കിളുമായിട്ട്. ഇനി ഇവിടെ പറയുമ്പോൾ 2 ആംഗിൾസും ഏതെങ്കിലും ഒരു പെയർ ഓഫ് സൈഡ്സും കൂടി ഈക്വൽ ആയാൽ മതി. അതായത് ഇപ്പൊ നമ്മൾ 2 ട്രയാങ്കിൾസ് ഇങ്ങനെ ഡ്രോ ചെയ്തു. അതിൽ 2 ആംഗിൾസ് ഇവിടെ 60 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രി 45 ഡിഗ്രി. ഇനി ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് 60ക്ക് 60 മാച്ച് ആവുന്നു, 45ന് 40 മാച്ച് ആവുന്നു. ഈ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് 5 തന്നെ ആയിരിക്കുവാണെങ്കിൽ, അതായത് ഇപ്പം ഇത് ഈ 45ന് ഓപ്പോസിറ്റ് ആണ് 5 വന്നത്, അപ്പോൾ ഈ സൈഡ് 5 ആയിരിക്കണം. ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കുക. അതുപോലെ 2 ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് ഇൻക്ലൂഡഡ് സൈഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് AAS റൂൾ, ആംഗിൾ സൈഡ്. അതായത് 2 ആംഗിൾസ് ആൻഡ് 1 പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സ്. കറസ്പോണ്ടിങ് സൈഡ്സ് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആംഗിൾസ് ഇപ്പോൾ ഇവിടെ 45ന് ഓപ്പോസിറ്റ് ആണ് ഈ 5 ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 45ന് ഓപ്പോസിറ്റ് വന്നാലല്ലേ നമ്മൾ ആംഗിൾ മാച്ച് ചെയ്ത് വെക്കുമ്പോൾ സൈഡ് മാച്ച് ചെയ്ത് വരുള്ളൂ. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരേണ്ട സൈഡും അതേ നമ്പർ അല്ല അതേ ലെന്ത് തന്നെയാണെങ്കിൽ അതും കോൺഗ്രുവൻ്റ് ആണെന്നാണ് പറയുന്നത്. പേജ് നമ്പർ 117. True triangles are congruent if any 2 pairs of angles, ഏതെങ്കിലും 2 pair of angles and 1 pair of corresponding sides are equal. 1 pair of corresponding sides are equal. അത് പ്രത്യേകം നോട്ട് ചെയ്തോണം. കാരണം കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ മോളി വെക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് വന്നെങ്കിലേ ഈ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് AAS കോൺഗ്രുവൻസ് റൂൾ. സോ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രിയാങ്കിൾസിൻ്റെ കോൺഗ്രുവൻസി ആണ്. അതിൽ ക്രൈറ്റീരിയ ഫോർ ട്രിയാങ്കിൾസ് കോൺഗ്രുവൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഏതൊക്കെ റൂൾസ് നമ്മൾ പഠിച്ചു? SAS അല്ലേ ഫസ്റ്റ്? SAS കോൺഗ്രുവൻസ് റൂൾ, ASA കോൺഗ്രുവൻസ് റൂൾ, AAS കോൺഗ്രുവൻസ് റൂൾ. SAS മീൻസ് സൈഡ് ആംഗിൾ സൈഡ്. 2 സൈഡ് ആംഗിൾ സൈഡ് മീൻസ് 2 സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും കോൺഗ്രുവൻ്റ് ആയിരിക്കണം, മറ്റേ ഈക്വൽ ആയിരിക്കണം മറ്റേ ട്രയാങ്കിളുമായിട്ട്. പിന്നെ ASA ആംഗിൾ സൈഡ് ആംഗിൾ, 2 angles and its including side equal to other triangle, then they are congruent. Next is AAS angle side, that means 2 angles and corresponding pair of sides are equal of 2 triangles, then they are congruent triangles. Now take page number 118, exercise 7.1. First question. In quadrilateral ACBD, ABCD എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ACBD, why ACBD ആ വെർട്ടീസസിൻ്റെ ഓർഡറിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ADBC, ആ ബോത്ത് നെയിംസ് ആർ കറക്റ്റ്, അങ്ങനെ പറയാവുള്ളൂ. അല്ലാണ്ട് ഈ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഓർഡറിൽ നെയിം പറഞ്ഞേക്കരുത്. AC ഈക്വൽ AD, ഏതൊക്കെയാണ് ഈക്വൽ? AC ഈക്വൽ AD, കണ്ടോ? ഈക്വൽ ആയിട്ടുള്ളതിനാണ് ഈ 1 ഒരു ലൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്. സോ AC equal to AD given. Now AB bisect angle A. AB എന്ന് പറഞ്ഞത് ആംഗിൾ എയെ ബൈസെക്ട് ചെയ്യുന്നു. What is the meaning of that? These 2 angles are equal. Okay, which are the angles?
angle CAB is equal to angle BAD. ഏതൊക്കെ ആംഗിൾ ആണ് കിട്ടിയ? CAB, this angle and BAD, these two angles are equal. YAB bisect angle. Bisect means equal ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Show that triangle ABC congruent to triangle ABD. നമ്മൾ എന്താ ഷോ ചെയ്യേണ്ടത്? ഷോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണിക്കണം. എന്താ കാണിക്കേണ്ടത്? ട്രയാങ്കിൾ എ ബി സി, ദിസ് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ദിസ് ട്രയാങ്കിൾ എ ബി ഡി. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ബി സി ആൻഡ് ബി ഡി? ബി സി എന്ന് പറഞ്ഞാൽ ഏതാ? ഈ സൈഡ്. ബി സിയും ബി ഡിയും അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അത് ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പ്രൂവ് ചെയ്യേണ്ടത്? ടു ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്നും പ്രൂവ് ചെയ്യണം. ബി സി ബി ഡി ഈക്വൽ ആണോ അൺഈക്വൽ ആണോ എന്നും പറയണം. We need to prove that triangle ABC congruent to triangle ABD. Okay. Given here, first given AC equal to AD, that means these two sides are equal. So one pair of sides equal. Now given angle A bisected by AB, that means these two angles are equal. So I already write here AC equal AD and angle CAB equal angle BAD. അതായത് വൺ സൈഡ് വൺ ആംഗിള് ഈക്വൽ ആയി. ഇനി നോക്കിയേ, ഈ സൈഡ് എ ബി എന്ന് പറഞ്ഞ സൈഡ് ടു ട്രിയാങ്കിൾസിന് കോമൺ സൈഡാണ് അല്ലേ? കോമൺ സൈഡാണ് എ ബി എന്ന് പറയുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ ട്രയാങ്കിൾ ഉണ്ടാകണമെങ്കിൽ ഈ സൈഡ് ഇല്ലാതെ പറ്റില്ല, ഈ ട്രയാങ്കിൾ വേണമെങ്കിലും ഈ സൈഡ് ഇല്ലാതെ പറ്റില്ല. സോ ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു എ ബി, കോമൺ സൈഡ് ഫോർ ബോത്ത് ട്രയാങ്കിൾസ്. ഓക്കെ, റീസൺ ഒക്കെ നമ്മൾ ബ്രാക്കറ്റിൽ ഇങ്ങനെ എല്ലാം എഴുതണം കേട്ടോ. കോമൺ സൈഡ്. സോ എസും വന്നു. ഇപ്പം ടു സൈഡ്സും വൺ ആംഗിളും ഈക്വൽ ആണ്. ഇനി ശ്രദ്ധിച്ച്, നമ്മൾ SAS റൂൾ ആണോ അതെയോ വേറെ റൂൾ ആണോ എന്ന് എഴുതണമെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ ടു ഈക്വൽ സൈഡ്സിൻ്റെ ഇൻക്ലൂഡിങ് ആംഗിൾ അല്ലേ ഈക്വൽ? ഇത് ഏത് റൂളാ? SAS റൂള്. According to SAS rule, these two triangles are congruent. So what about BC and BD? If two triangles are congruent, its corresponding parts are also equal. That means CPCT. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഓർത്തിരുന്നോണെന്ന്. Corresponding parts of congruent triangles. Two triangles congruent ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ corresponding parts എല്ലാം equal ആയിരിക്കും. So here BC equal to BD. I think all of you got. Congruent എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, ഓൾ സൈഡ്സും ഈക്വൽ ആയിരിക്കണം. ഇനി കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാനുള്ള 3 റൂൾസ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിൽ ഈ SAS റൂൾ വെച്ചിട്ട് ഈ ടു ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ്. കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഓർത്തോണം നമ്മുടെ ബാക്കി സൈഡ്സും ബാക്കി ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ BC ഈക്വൽ ടു BD. ഓക്കെ. Now question number 2. ABCD is a quadrilateral in which AD equal BC and angle DAB equal angle CAB. Prove that triangle ABD congruent to triangle BAC, BD equal AC and angle ABD equal angle BAC. So here given quadrilateral ABCD. Also given AD equal to BC. AD equal to BC. Also given angle DAB. Which angle? Angle DAB. That means this angle, this full angle equal to angle CAB. CBA. That means these two angles are equal and these two sides are equal. That is already given in question. First we need to prove triangle ABD congruent to triangle BAC. So which are the triangles? Figure il നമുക്ക് നോക്കാം. Triangle ABD. ABD. This triangle. This triangle. You got it? Triangle ABD and the next triangle is triangle BAC. BAC. Now, ഈ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂഫ് ചെയ്യണം. ടു ട്രയാങ്കിൾസ് കിട്ടിയോ? ഇത്
ഈ ബ്ലൂ കളറിലുള്ളതാണ് ട്രയാങ്കിൾ എ ബി ഡി. അതുപോലെ ഗ്രീൻ കളറിൽ വരുന്നതാണ് ട്രയാങ്കിൾ ബി എ സി. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഓൾറെഡി തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് ഈക്വൽ ആണെന്ന് ഇങ്ങനെ വരച്ചപ്പോൾ തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് ഗിവൺ എ ഡി ഈക്വൽ ബി സി. ദിസ് എ ഡി ഈക്വൽ ബി സി. നോക്കി, ഈ ട്രയാങ്കിൾ ബ്ലൂ കളർ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇങ്ങനെ രണ്ട് കളറിൽ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഈ ബ്ലൂ കളർ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് എ സി, ഈ ഗ്രീൻ കളർ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് ബി സി. സോ ടു സൈഡ്സ് അല്ലെ വൺ പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഗിവൺ. പ്രൂഫിൽ ഓൾറെഡി ഒരു സൈഡ് ഈക്വൽ ആണെന്നുള്ളത് കിട്ടി, വൺ പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ഗിവൺ ആംഗിൾ ഡി എ ബി ഈക്വൽ ആംഗിൾ സി ബി എ. നോക്കിയേ, ഈ ബ്ലൂ കളർ ട്രയാങ്കിളിനകത്ത് വരുന്നതാണ് ഡി എ ബി ഈ ആംഗിളും ഗ്രീൻ കളർ ട്രയാങ്കിളിൽ വരുന്ന ബി എ ഏതാണ് സി ബി എ. ഈ ടു ആംഗിൾസും ഈക്വൽ ആണ്. രണ്ടും ഈ ട്രയാങ്കിൾസിന്റെ ഇൻസൈഡിൽ വരുന്ന ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ആണ്. സോ നമുക്ക് ഏതൊക്കെയാണ് ഇപ്പോൾ കിട്ടിയത്? സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി, ആംഗിള് വൺ പെയർ ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കി, ഏതെങ്കിലും കോമൺ സൈഡ് വരുന്നുണ്ടോ? കോമൺ സൈഡ് ഞാൻ ഈ ഡ്രോയിങ് നോക്കിയാൽ മതി. ബ്ലൂവും ഗ്രീനും വന്നത് ഈ ഒരു സൈഡല്ലേ. ഈ ബി എ അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന സൈഡ് രണ്ട് ട്രയാങ്കിൾസിന് കോമൺ ആണ് അല്ലേ. എ ബി എന്ന് പറയുന്ന സൈഡ് ടു ട്രയാങ്കിൾസിന് കോമൺ ആണ്. സോ എ ബി ഈസ് ഈക്വൽ ടു എ ബി, ദാറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾസ് ആൻഡ് this is a side. So here we get a rule, SAS rule, side angle side rule. ഈ സൈഡും ഈ സൈഡും അതിൻ്റെ ഇൻക്ലൂഡിങ് ആംഗിളും ഈക്വൽ ടു ദിസ് ട്രയാങ്കിൾസ്, these two sides and its including angle. So according to SAS rule, these two triangles are congruent. ഇപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ട്രയാങ്കിൾസ് തമ്മിൽ കിട്ടാതെ വന്നാൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ ഡ്രോ ചെയ്ത് ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ കൊണ്ടൊന്ന് വരച്ച് നോക്കണം കേട്ടോ. ഇത് ഈസി ആയിട്ട് 2-3 പ്രാവശ്യം നോക്കുമ്പോൾ ഈസി ആയിക്കോളും. ഈ ബ്ലൂ കളർ ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ട്രയാങ്കിളും ഈ ഗ്രീൻ കളർ ട്രയാങ്കിളും ആണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ടു കളർ കൊണ്ട് മിസ് ഇവിടെ വരച്ചപ്പോഴേ ഈ ടു സൈഡ്സ് കോമൺ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, കോമൺ സൈഡ് ആണ്. ഗിവൺ ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ, ഓൾസോ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. അത് ഓൾറെഡി ഗിവൺ ആണ്, ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് ഈ ഒരു സൈഡ് കോമൺ ആണെന്ന് മാത്രമേ അവിടെ ഒരു പ്രൂഫ് വരുന്നുള്ളൂ. സോ ഇതിന് ഇൻക്ലൂഡഡ് ആംഗിൾ ആണോ, ടു ഈക്വൽ സൈഡ്സിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണോ ഈക്വൽ ആയിട്ട് വന്നതും കൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇൻക്ലൂഡഡ് ആംഗിൾ തന്നെയാണ് ഈക്വൽ ആയിട്ട് വന്നത്. സോ അക്കോർഡിംഗ് ടു SAS റൂൾ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്. സോ ഫസ്റ്റിന്റെ പ്രൂഫ് നമ്മളിവിടെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് എന്താണ്? ബി ഡി ഈക്വൽ ടു എ സി ആണെന്ന് പറയണം. ബി ഡി എന്ന് പറയുന്നത് ഏതാ? ഇത് ഈ സൈഡ്, ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡാണ് ബി ഡി, ഗ്രീൻ ട്രയാങ്കിളിന്റെ ഈ സൈഡാണ് എ സി. സോ അക്കോർഡിംഗ് ടു CPCT means corresponding parts of a congruent triangle. So these two triangles are congruent and BD and AC are corresponding parts of a congruent triangle. So they are equal. അവിടെ അത്ര എഴുതിയാൽ ആ പ്രൂഫ് ആയി. നെക്സ്റ്റ് ആംഗിൾ എ ബി ഡി. ആംഗിൾ എ ബി ഡി നോക്കിയേ, എ ബി ഡി ദിസ് ആംഗിൾ, ഈ ആംഗിൾ മാത്രം, ബ്ലൂവിൻ്റെ ആ ആംഗിൾ മാത്രം. ആംഗിൾ ബി എ സി ദിസ് ആംഗിൾ, ഗ്രീനിൻ്റെ ഈ ആംഗിളുമായിട്ട് ഈക്വൽ ആണോ എന്ന് പറയണം. അതെ, അതും CPCT അല്ലേ. ഈ ടു ട്രയാങ്കിൾസ് ഓൾറെഡി കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. കോൺഗ്രുവൻ്റ് ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ അക്കോർഡിംഗ് ടു CPCT that means congruent parts of corresponding triangles, so these two angles are also equal. So rest questions we will do in next class. I think all of you got what is meant by congruence of a triangles. So study well. Thank you.